ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പേടിച്ച് വരണ്ടിരുന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്കെതിരെ വധഭീഷണി വന്നിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ എന്നെ അപ്പം തട്ടുമെന്നാണ് ഒരു ചൊക്ലിപ്പറിയൻ വന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് പുറത്തോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. അപ്പം ഞാനിത് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ ദയനീയ അവസ്ഥ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ്. സോ നാളെ എന്തെങ്കിലും എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചൊക്ലിപ്പറിയന്റെ ഫോട്ടോ കാണിക്കും. ആ ചൊക്ലിപ്പറിയനായിരിക്കും അതിന്റെ ഉത്തരവാദി. ഓക്കെ, ഞാൻ പേടിച്ച് വിറച്ചിരിക്കുവാണ് കേട്ടോ, പേടിച്ച് വിറച്ചിരിക്കുവാണേ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന ഒരു കമന്റ് ചെയ്യാൻ വെക്കാം. ഒരു ട്രിപ്പി ട്രാവലർ എന്ന് പറയുന്ന ഒരു ചൊക്ലിപ്പറിയൻ, ഇവനാണ് നമ്മുടെ ചൊക്ലിപ്പറിയൻ. ഓക്കെ, ട്രിപ്പി ട്രാവലർ എന്നാണ് ഇവന്റെ ഐഡിയുടെ പേര്. ട്രിപ്പി എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. സഞ്ചാരിയാണെന്ന് തോന്നുന്നു, വലിയ സഞ്ചാരിയാ. അവൻ അടിയിൽ അവൻ ഒരു കമന്റ് ഇട്ടേക്കുന്നു, എടാ അപരാധമേ നിന്നെ പോലൊരു തായ എന്ന് പറഞ്ഞിട്ട്. ഇവൻ മാസങ്ങളായിട്ട് എൻ്റെ വീഡിയോ അടി വന്ന് കമന്റ് ചെയ്യാറുണ്ട്. എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 17 കമന്റ്സ് എൻ്റെ വീഡിയോ അടി ചെയ്തിട്ടുണ്ട്. എല്ലാ കമന്റും തെറി വിളിച്ചോണ്ടാണ്. നീ എന്ത് മൈ എന്നും പറഞ്ഞിട്ട് തുടങ്ങും. അടുത്തത് എടാ മൈ എന്നും പറഞ്ഞിട്ടാണ്. വർത്തമാനം നിർത്ത് മൈ. അടുത്ത കമന്റ് എടാ മൈ നീ കാണിക്കുന്നതെന്തോ എന്നും പറഞ്ഞിട്ട് തുടങ്ങും. ഇത് 3 weeks ago വന്ന കമന്റ് ആണ്. അടുത്ത കമന്റ് നീ ആരാടാ കോടതിയോ അപരാധം മൈ 1 month ago വന്ന കമന്റ് ആണ്. 2 months ago വന്ന ഒരു കമന്റ് ആണ്. നീ അതിൽ പെടില്ലേ മൈ എന്നും പറഞ്ഞിട്ട് വേറൊരു കമന്റ്. അടുത്തത് എടാ മൈ നീ ഉണ്ടാക്കല്ലേ. അങ്ങനെ ഇവൻ നിരന്തരമായിട്ട് എന്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ തെറി വിളിച്ച് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഇന്ന് ഞാൻ ഒരു റിപ്ലൈ ഇവന് കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപ് ഞാൻ ഒരു റിപ്ലൈ പോലും ഇവന് കൊടുത്തിട്ടില്ല. കാര്യം എന്നെയാണ് ഇവൻ പറയുന്നത്. നിങ്ങൾ വിമർശിക്കാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമ്മളെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല, ഞാനത് കേൾക്കും. കാര്യം ഞാൻ വിമർശിക്കാറുണ്ട്, അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പലർക്കും പല ഒപ്പീനിയൻ ആവും. പക്ഷെ തെറി വിളിച്ചുകൊണ്ടുള്ള വിമർശനം ഞാൻ അത്ര അങ്ങോട്ട് എന്റർടൈൻ ചെയ്യത്തില്ല. എന്നിട്ടും ഇവനെ ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ അവന്റെ കമന്റ് ഇട്ടേക്കുന്ന കമന്റ് എല്ലാം അതുപോലെ ഉണ്ട്. ഒരു റിപ്ലൈ പോലും ഞാൻ തിരിച്ചു കൊടുത്തിട്ടുമില്ല. ഇന്നിട്ട കമന്റ് താ കൂട്ടി വിളിച്ചപ്പോ ഞാൻ നൈസായിട്ട് അതിന്റെ അടിയിൽ വളരെ മാന്യമായിട്ട് എടാ പട്ടി പൂ മോനെ തന്തയെ പോയി വിളിയടാ പട്ടി താ എന്നും പറഞ്ഞ് വളരെ മാന്യമായിട്ട് ഒരു കമന്റ് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് ഇവൻ അങ്ങ് കുരുപൊട്ടി. ഇവൻ കുരുപൊട്ടിയതിന് ശേഷം ഇവൻ പിന്നെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീഷണി. നിന്നെ കൊല്ലുവടാ. ഇവന്റെ അക്കൗണ്ട് തപ്പി ഞാനൊന്ന് നോക്കി, യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവന്റെ ഒരു കുണച്ച ഫോട്ടോ മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പൊ സുഭിഷം പോലെ ഇവൻ കൃത്യമായി വന്ന് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്. അന്നേരം ഇവന്റെ ഫോട്ടോ, ഇവന്റെ ഭാര്യയുടെ ഫോട്ടോ എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. കൃത്യം മൊത്തം ഡീറ്റെയിൽസ് അവനായിട്ട് ഇനി കൊണ്ടു തന്ന്. ഞാൻ നോക്കി നടക്കുമായിരുന്നു. എന്താണെങ്കിലും അത് നന്നായിടാ മോനെ, എന്റെ പണി കുറച്ച് കുറഞ്ഞു. അന്നേരം ഇതങ്ങോട്ട് കേട്ടപ്പോ ഞാൻ എന്റെ റിപ്ലൈ കേട്ടപ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ വന്ന് ഇവനെ വേറെയും തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ റിപ്ലൈ കൊണ്ട് കേട്ടപ്പോഴത്തേക്ക് ഇവന് കുരു പൊട്ടിയിട്ട് അതിന്റെ അടി മറ്റേ കമന്റിന്റെ അടി വന്നിട്ട് ഭയങ്കര തെറിവിളി. ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തെറി വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ തെറിവിളി എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും, എല്ലാം ഡിലീറ്റ് ചെയ്യും. അന്നേരം ഞാൻ വിളിച്ച തെറി മാത്രം അവിടെ കിടക്കും. നീ ഇവനെ ആ ഇടുന്ന മൊമെന്റിൽ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ വിളിച്ച തെറി മാത്രം അവിടെ കിടക്കും. വന്നൊരു നോക്കുമ്പോൾ എന്താണ് ഒരുത്തം വന്ന് കമന്റ് ഇട്ടേക്കുന്നു, അതിന്റെ അടി വല്ല പച്ചത്തെറി വിളിച്ചു വെച്ചിട്ട്. എന്നിട്ട് ഇവന് ഒന്നുകൂടെ ഫ്രസ്ട്രേഷൻ കയറി. തെറി വിളിച്ചിട്ട് അവൻ ഡിലീറ്റും ചെയ്യുന്ന അവൻ പ്രതികരിക്കും സഹിക്കുന്നില്ല ഇവന്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഇവൻ ചേക്ക് കയറി. യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എന്നെ തപ്പി. ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് കാണിച്ചു തരാം. നമ്മുടെ ചൊക്ലിക്കൊടിയന്റെ പേര് ജോൺ ജോർജ് എന്നാണ്. വെടിക്കെട്ട പേരൊക്കെയാണ് കേട്ടോ. ട്രാവലർ, അഡ്വഞ്ചർ ലവർ, ഇന്റീരിയർ ഡിസൈനർ, ഡോൺ ചേസ് ഗെറ്റ് ചൂസ് ആൻഡ് ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. നീ എന്നിട്ട് ഇതൂടെ നീ ഇതങ്ങ് ഫേസ് ചെയ്യണം കേട്ടോ. അത്ര വേറെ കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ചൊക്ലിപ്പറിയൻ ജോൺ ജോർജ്. ഇവന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കഥാനായകൻ ചൊക്ലിപ്പറിയൻ. ഓക്കെ, കയ്യിലൊരു ലൈറ്ററൊക്കെ ഇരിക്കുന്നു. എന്താ മോനെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഇട്ടേക്കുന്ന കമന്റ് ഞാൻ കാണിക്കാവേ. അതിവിടെ ഞാൻ തെറിവിളിയാണ് കേട്ടോ, നല്ല തെറിവിളിയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ നീ ഇരുന്നോ. ശരിയടാ, ഞാൻ വീട്ടിൽ നിന്ന് ഇനി 2 ദിവസത്തേക്ക് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. നീ എപ്പോഴാ എന്നെ കൊല്ലാൻ വരുന്നെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ചാകാതിരിക്കാൻ നോക്കിക്കോ നീ. എവിടെ നോക്കി ഞാൻ ഇരിക്കണം ചാകാതിരിക്കാൻ വേണ്ടിയേ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അതിന്റെ അടിയിലും വേറെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച കമന്റ് ഉണ്ട്. നമ്മൾ കമന്റ് സെക്ഷനിൽ തെറി വിളിക്കുമെങ്കിലും യൂട്യൂബ് ചാനലിൽ വന്ന് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നതിന്റെ പേരിൽ ഞാൻ അതൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. നിന്റെ വീട്ടിലേക്ക് വരുന്നടാ എന്നും പറഞ്ഞിട്ടാണ് ഇവൻ കമന്റ് ചെയ്തേക്കുന്നത്. എടാ മോനെ, നീ വീട്ടിലോട്ട് വരുവാണെങ്കിൽ നിന്റെ തന്തയുണ്ടെങ്കിൽ അങ്ങേരോടെ കൂട്ടിയോട്ട് വാ. എനിക്ക് അങ്ങേരുടെ ചോദിക്കണം, എന്തിനാണോ ഇങ്ങനെയുള്ള അപരാധി മക്കളെയൊക്കെ ഉണ്ടാക്കി പടച്ചു വിടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായവനാണ്, അല്ലാതെ ജോർജ് എന്താന്ന് തോന്നുന്നു തന്റെ പേര്. അപ്പൊ ജോർജ് എണ്ണം കാണുന്നുണ്ടെങ്കിൽ മോനെ
ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ല ഇനി വേറെ എന്തെങ്കിലും അസുഖമോ അപസ്മാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ വലിസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ചുമ്മാ നാട്ടുകാരുടെ മെക്കിട്ട് കയറാൻ നിന്ന് എടുത്ത് പെരുമാറുന്നു. അപ്പൊ പിന്നെയും ചാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ നീ എന്നും പറഞ്ഞിട്ടാണ് നിന്നെ കൊല്ലും. ഭയങ്കര ഭീഷണിയാ. എടാ ചൊക്കിടാ ഇളിയെടുത്ത് വളിവിടാൻ ധൈര്യമില്ലാത്തവനെ നീ ഇത് കമന്റ് സെക്ഷൻ ഒന്ന് കൊണക്കി വന്നോടാ. ഇവനൊക്കെ എന്തോ പറയാനാ. കമന്റ് സെക്ഷൻ തൊഴിലാളിയാ. നിന്റെ ഭാര്യയുടെ ഫോട്ടോ വരെ എടുത്തു വെച്ചിവിടെ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, നിന്റെ അത്രയും തൊട്ടിയല്ല ഞാൻ. അതുകൊണ്ടാണ് ഇവന്റെ കൂടെ ഒക്കെ താമസിക്കുന്ന ആ പെൺകൊച്ചിന്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് പരിതാപകരം. ഇങ്ങനെയുള്ള ബോധമില്ലാത്ത അപരാധികളുടെ കൂടെ എങ്ങനെ പെൺകുട്ടികൾ താമസിക്കുന്നു? അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗൈസ്. എനിക്ക് നാളെ ഞാൻ ഏതെങ്കിലും രീതിയിൽ മരണപ്പെടുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ച ചൊക്ലിപ്പറിയനാണ് എന്നെ കാരണക്കാരൻ എന്ന് വിചാരിച്ചോണം കേട്ടോ. കാര്യം അമ്മാതിരി ഭീഷണിയാണ്. നീ വീട്ടിൽ തന്നെ ഇരുന്നു, വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങല്ലേടാ എന്നുള്ള രീതിയിലൊക്കെയുള്ള ഭീഷണിയാണ് കേട്ടോ. അപ്പൊ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. ഇങ്ങനെയുള്ള കുറേ നാറുകളുണ്ട്. ഇപ്പൊ കുറെ കാലമായി തുടങ്ങിയിട്ട്, മാസങ്ങളായി തുടങ്ങിയിട്ട് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് എന്റെ വീട് ഇത്രയും സമയം മെനക്കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നിന്റെ മോന്ത 4 പേര് അറിയണം. എന്തായാലും നിന്റെ പേര് ഞാനൊരു കേസും കൂടെ കൊടുക്കുന്നുണ്ട്. വീട് കയറി ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞില്ലയോ. നാളെ വല്ലതും അടിച്ചു കയറ്റിട്ട് ഇവിടെ കാണാൻ വന്നിരുന്നു ആള് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കോരിക്കളയാൻ വയ്യ. പിന്നെ നിന്നെ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. സാധാരണഗതിയിൽ എൻ്റെ മറുപടികൾ ഇങ്ങനെ ആയിരിക്കില്ല. ഇപ്പം നിനക്ക് വേണ്ടി അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല. ഒരുത്തരെ നമ്മൾ തന്തയ്ക്ക് വിളിക്കണമെങ്കിൽ ആ വിളി കേൾക്കാൻ അവനൊരു തന്ത ഉണ്ടായിരിക്കണം എന്ന് കരുതുന്നവനാണ് ഞാൻ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിനക്ക് അവകാശപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ നിന്നെ പരസ്യമായിട്ട് വിളിക്കാത്തത്. പിന്നെ കമന്റ് ബോക്സിൽ ഞാൻ വിളിച്ചതൊക്കെ അത് നീ വെച്ചോ, ബോണസായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഈ ഒരു വീഡിയോയിൽ നീ ബോണസായിട്ട് വെച്ചോ. 4 പേര് നിന്നെ കണ്ട് തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ തരുന്ന ഒരു സമ്മാനമായിട്ട് നീ ഇത് വെച്ചോ കേട്ടോടാ. ചോക്ലി പറയാ. അപ്പൊ ശരി ഗൈസ്, ബൈ.